നമസ്കാരം. ഞാൻ CK നാസർ കാഞ്ഞങ്ങാട്. ഇന്നത്തെ എൻ്റെ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കാസർഗോഡ് ജില്ലയിൽ നടന്നു വരുന്ന ഒരുപാട് വ്യാജ ചികിത്സകൾ, ഈ വ്യാജ ചികിത്സകൾക്കെതിരെ ഒരു കൂട്ടായ്മ കാസർഗോഡ് രൂപപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യ യോഗം കാസർഗോഡ് ആലിയ കോൺഫറൻസ് ഹാളിൽ നടന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യമാണ് കോട്ടയിലെ ചികിത്സയെക്കുറിച്ച്. പക്ഷേ ആദ്യമൊന്നും അതിനെക്കുറിച്ച് ആരും ബോധവാന്മാരല്ലെങ്കിൽ പോലും പിന്നീട് സാഹചര്യങ്ങൾ ആദ്യം പറഞ്ഞത് പണം മേടിച്ചിട്ടല്ല, സൗജന്യമായിട്ടാണ്, ഒരു സേവനമാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം കേട്ടത്. പിന്നീടൊക്കെ അവർ പണം മേടിച്ച് ചെയ്യുന്നു എന്നറിയുമ്പോൾ കൂടുതലൊക്കെ നമ്മളെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു വലിയൊരു തട്ടിപ്പാണ് അവിടെ നടക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. കാരണം അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് പൂർണ്ണമായ അസുഖം ഭേദമായ ഒരാൾ പോലും വരുന്നില്ല. പിന്നെ രണ്ടാമത് അവിടെ കൊടുക്കുന്നത് നിയമപരമായിട്ടുള്ള ഒരു മരുന്നുമല്ല, വ്യാജ മരുന്നാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പൊടി മാത്രം കറക്കി കൊടുക്കുന്നു, എല്ലാ രോഗങ്ങൾക്കും ഒരേ ഒരു മരുന്ന് മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം ഇതുമൂലം തന്നെ 4000-ഓളം ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തി എന്നാണ് അവരുടെ വാദം. ഇന്നവരെ ഒരു രോഗിയെ പോലും സുഖപ്പെടുത്തിയിട്ട് ഒരു രോഗി പോലും വന്നിട്ട് എനിക്ക് പൂർണ്ണമായി രക്ഷപ്പെട്ടു എന്ന് പറയുന്നില്ല. അതേ സാഹചര്യങ്ങളിൽ തന്നെ ഈ മരുന്ന് കഴിച്ചിട്ട് പല പ്രശ്നങ്ങളും ആയിട്ട് അവരുടെ ബന്ധുക്കൾ തന്നെ നേരിട്ട് പരാതികളുമായിട്ട് എത്തുന്ന ഒരു സാഹചര്യത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതും. അപ്പോൾ അതിനെതിരെ നമ്മൾ നിയമപരമായിട്ട് പോകുവാനും ഉള്ള ഒരു സാഹചര്യത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നടപടികളിലോട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നതായിരിക്കും. കാസർഗോഡ് ജില്ലയിൽ എന്നല്ല, കേരളത്തെ മുഴുവൻ വ്യാജ ചികിത്സക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക, ജനങ്ങളെ തെറ്റായ രീതിയിൽ തെറ്റായ ദിശയിൽ പോകുന്നതിനെതിരെ ബോധവൽക്കരിക്കുക, ആത്മീയ ചൂഷണത്തിനെതിരെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പല ഘട്ടങ്ങളിലായി നമ്മൾ ഓരോരുത്തരും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ, മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നൂൽപ്പാലത്തിൻ്റെ ഇടയിൽ ഒരു രോഗിയെ പറ്റിക്കപ്പെടുക എന്ന് വെച്ചാൽ വളരെ ഗുരുതരാവസ്ഥയുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അതൊരു മാനസികമായി ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇത്തരം തട്ടിപ്പുമായി വരുന്നവർ ഒരിക്കലും മനുഷ്യരായി പോലും കണക്കാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത്തരക്കാർക്കെതിരെ എന്ത് നടപടിയുമായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പൂർണ്ണ പിന്തുണയുമായി ഞാനും എൻ്റെ സംഘങ്ങളും ഉണ്ടാവും, അത് ഉറപ്പാണ്. അതിനുവേണ്ടി ഏത് നടപടികളിലേക്ക് നീങ്ങാനും ഏത് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനും തയ്യാറാണ്. കൂട്ടായ്മയിൽ പങ്കെടുത്ത ആളുകളുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് രോഗങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ആ രോഗങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരുപാട് പേർ ഇന്ന് പല വിധത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വ്യാജന്മാരും യഥാർത്ഥത്തിലുള്ളവരും കൂടെ അതിന് ശ്രമിക്കുമ്പോൾ വ്യാജമായ പല ആളുകളും ആത്മീയതയുടെ പേരിലായാലും വൈദ്യത്തിൻ്റെ പേരിലായാലും ജനങ്ങളെ ഈ കൂടുതൽ രോഗികളായി കിടപ്പിലായ രോഗികളെ പോലും ചികിത്സിച്ച് ഭേദമാക്കാമെന്ന തരത്തിൽ പ്രവർത്തിച്ച് അവരെ ചൂഷണം ചെയ്ത് അവരുടെ പണം പിടുങ്ങുകയും അവരുടെ ജീവിതം തന്നെ, അവരുടെ രോഗം തന്നെ വളരെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ അതിനെതിരെയുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളത്. എല്ലാവിധ സഹകരണവും ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. വ്യാജ ചികിത്സക്കെതിരെ ഒരു ജനകീയ ആക്ഷൻ കമ്മിറ്റി എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അത് കാസർഗോഡ് ജില്ലയിൽ എന്നല്ല, കേരളത്തിൽ ഉടനീളമുള്ള വ്യാജ ചികിത്സകൾക്കെതിരെ പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, സമൂഹത്തിന് തെറ്റായ ധാരണയിലേക്ക് പോകുന്നതിനെ തടയിടുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. കാരണം കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ആത്മീയമായും അല്ലാതെ വ്യാജ സിദ്ധന്മാരും അതുപോലെ വ്യാജ വൈദ്യന്മാരും ഒക്കെ ഒരുപാട് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ മരുന്നാണ് കൊടുക്കുന്നത്, എല്ലാ രോഗങ്ങൾക്കും ഒരേ മരുന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാതെ ഇത്തരം മരുന്ന്
വിതരണം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ രീതിയിൽ ഒരു ജനകീയ കൂട്ടായ്മ കാസർഗോഡ് ഞങ്ങൾ രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് ഞങ്ങൾ കാസർഗോഡ് യോഗം ചേർന്ന് ഞങ്ങളൊരു ആക്ഷൻ കമ്മിറ്റി ആദ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ കീഴിൽ ഇനി ഞങ്ങൾ ശക്തമായ രീതിയിൽ സർക്കാരിന് പരാതിയും അതുപോലെ ഈ രോഗ ചികിത്സയ്ക്ക് ഇരയായവരെ കൂട്ടായ്മയും ഒക്കെ ഞങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് പ്രതികരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു മാത്രം. കാസർഗോഡ് ജില്ലയിൽ നടന്നു വരുന്ന ഒരുപാട് വ്യാജ ചികിത്സകൾ, ആത്മീയ ചൂഷണങ്ങൾ എന്നിവക്കെതിരെ പ്രവർത്തിക്കുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. ചികിത്സയുടെ പേരിലാണ് അടുത്ത കാലത്തായിട്ട് ഈ കോട്ട എന്ന് പറയുന്ന പ്രദേശം അറിയപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിപ്പെടുന്നു. വർഷങ്ങളായി നടന്നു വരുന്ന ഒരു സമ്പ്രദായത്തിന് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ ഒരു സന്ദേശം സമൂഹത്തിന് ലഭിച്ചതുകൊണ്ടാണ് ഇത്രയധികം ഇത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ചികിത്സാ ഡിപ്പാർട്ട്മെൻറ്റിനും ആരോഗ്യ വകുപ്പിനും അതുപോലെ തന്നെ ജനങ്ങളെ സേവിക്കുന്ന സർക്കാരിനും ഇതിൽ വ്യക്തമായ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതൊരു ചികിത്സയാണെങ്കിൽ ഇത് യഥാർത്ഥ ചികിത്സയാണോ എന്ന് മനസ്സിലാക്കി കൊടുക്കണം. അദ്ദേഹം കൊടുക്കുന്ന മരുന്ന് കൊണ്ട് ആളുകൾക്ക് സുഖം ലഭിക്കുന്നുണ്ടെങ്കിൽ പതിനായിരക്കണക്കായ ക്യാൻസർ രോഗികൾ കേരളത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് അവരുടെ അസുഖം മാറാതെ മരണപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ അയാൾ കൊടുക്കുന്ന മരുന്ന് കൃത്യമായ ഒരു മരുന്നാണെങ്കിൽ ഇത് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് നടപ്പിൽ വരുത്തി രോഗികളെ സുഖം പ്രാപിക്കണം. അതല്ല എന്തെങ്കിലും കൃത്രിമമായ മരുന്ന് നൽകിക്കൊണ്ട് ആളുകൾ ദിനേന മരണപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ മരിക്കുന്നതിന് കാരണക്കാരനായിട്ട് കുറ്റം ചുമത്തിക്കൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുക്കണം. ഇതുപോലെയുള്ള ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങളെ അടച്ചുപൂട്ടുന്നതിന് വേണ്ടി സർക്കാർ നിയമം കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് ഇത്തരമൊരു കൂട്ടായ്മയിലൂടെ ആവശ്യപ്പെടാനുള്ളത്. കാസർഗോഡ് ജില്ലയിൽ കോട്ട എന്ന് പറയുന്ന പ്രദേശത്ത് അടുത്ത കാലത്തായിട്ട് ഒരു വ്യാജ ഇതിലുള്ള ഒരു ചികിത്സ നടക്കുന്നത് പറയാൻ സാധിച്ചു. ഇടയിലായിട്ടാണ് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം വരികയും ഞാനടക്കം വരുന്ന ആൾക്കാരെ ശക്തമായി രീതിയിൽ പ്രതികരിക്കുകയായി. കാരണം ഒരുപാട് പാവപ്പെട്ട രോഗികൾ ഇങ്ങനെ അവിടേക്ക് ഒഴുകിയെത്തി ചികിത്സയ്ക്കും വേണ്ടി ജീവിതത്തിൻ്റെ അവസാനത്തിന് എന്തെങ്കിലും ആശ്വാസം കിട്ടുന്ന രീതിയിലാണ് അവിടേക്ക് എത്തുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്ന ചൂഷണത്തിനിരയാകുന്ന അവസ്ഥാവിശേഷമാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരണം ആവശ്യമാണ്. ജനങ്ങൾക്ക് ഉള്ളിലൊരു ബോധം ആവശ്യമാണ്. തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടൽ നടത്തണം. അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മ ജില്ലയിൽ ഒരുപാട് തട്ടിപ്പുകൾക്കെതിരെ മുൻപന്തിയിൽ നിൽക്കാൻ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ്. വ്യാജ ചികിത്സാ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജില്ലയിലെ വ്യാജ ചികിത്സാ കേന്ദ്രങ്ങൾക്കെതിരെ രണ്ട് തരത്തിലാണ് നമ്മൾ നീങ്ങേണ്ടത്. ഒന്നാമതായി ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൽ കൂടി അതിനെതിരെയുള്ള നിയമ പോരാട്ടം നടത്തുകയും ചെയ്യും. ഇന്ന് ഇവിടെ രൂപീകരിച്ചിട്ടുള്ള ഈ ഒരു ആക്ഷൻ കമ്മിറ്റിയിലൂടെ അതിന് നേതൃത്വം കൊടുക്കും എന്നുള്ളതാണ് നാട്ടുകാരോട് പറയുവാനുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണാധികാരികളോട് ഇവിടുത്തെ നിയമവ്യവസ്ഥയോട് പറയുവാനുള്ളത് ഇത്തരം തട്ടിപ്പ് കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ കൂട്ടായ്മക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ കാസർഗോഡ് ജില്ലയിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വ്യാജ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത്. അയാൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആരും തന്നെ ഈ ചികിത്സയിലൂടെ രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. പക്ഷേ നവമാധ്യമങ്ങളിലൂടെ രബി കുറ്റ്യാനത്തെ പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് 4000 പേരെ വരെ ചികിത്സിപ്പിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് ആദ്യം തന്നെ പുറത്തു വന്നത്. ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നു ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല, ചികിത്സയിലൂടെ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വ്യാജ ചികിത്സക്കെതിരെ ശക്തമായ നടപടിയുമായി എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഉറപ്പുവരുന്നു. കാസർഗോഡ് ചേർന്ന യോഗത്തിൽ മനു മാത്യു, CK നാസർ, മൊയ്തീൻ പൂവടുക്ക, നൌഷാദ് PMK, യൂസുഫ് CA, ജാസർ പോവൽ, ഇസ്മായിൽ മാസ്റ്റർ, അപൂർവ, ബുർഹാൻ, ബദറുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായി മനു മാത്യു ചെയർമാനും യൂസുഫ് കൺവീനറുമായി അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചു. ഇന്നത്തെ എൻ്റെ വാർത്ത ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.